ഹലോ മക്കളെ, ടെല്ല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡെയിലി ചലഞ്ചിന്റെ സെക്കൻഡ് പാർട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളിന്ന് ഡേ 2 മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകും. ഓക്കെ, സോ ഈ ഒരു സെക്ഷനകത്ത് ഞാൻ അവസാനം നമ്മുടെ ഈ ഡെയിലി ചലഞ്ചിൽ ഇല്ലാത്ത ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മുടെ ഈ ഡെയിലി ചലഞ്ചിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ്റെയും കൂടെ ഒരു ചെറിയൊരു ബ്രീഫ് എക്സ്പ്ലനേഷനും അതിൻ്റെ ഒരു കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഈ സെക്ഷൻ്റെ അവസാനം കാണാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ടെസ്റ്റിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അതാണ് നോക്കിയാൽ എന്താ ചോദിക്കുന്നത്, സൈൻ ഓഫ് π/3 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/2 ഈസ് ഈക്വൽ ടു. സ്ഥിരമായിട്ട് ചോദിച്ചു കാണുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ. അതാ നോക്കിയാൽ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് 1/2, സൈനിന്റെ ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നതെന്ന് നോക്കിയാൽ. ഓക്കെ, സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2 കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? സൈൻ ഇൻവേഴ്സ് 1/2 കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് നോക്കിയാൽ മതി? സൈനിന്റെ ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നത്? ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നത്? π/6 സൈൻ π/6 അല്ലെങ്കിൽ സൈൻ 30 ആണെന്ന് തോന്നുന്നു 1/2. 30 അല്ലെങ്കിൽ നമുക്ക് പറയാം π/6. ഓക്കെ, സോ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ആയത്? സൈൻ ഓഫ് π/3 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/2 വരെ നമുക്ക് എന്ത് എഴുതാം? π/6 എന്ന് എഴുതാം. സോ π/3 പ്ലസ് π/6. സോ സൈൻ ഓഫ് π/3 പ്ലസ് π/6 എന്താ? നമുക്കറിയാം ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ, മുകളിലും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പൊ π/6 ആയിട്ട് ചെയ്ത്. സോ 2π പ്ലസ് π എത്ര? 3π ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ രണ്ടും 6 തന്നെയാ. സോ 3π/6. 6ഉം 3യും കൂടെ കട്ട് ചെയ്യാം, സൈൻ π/2 എന്ന് കിട്ടും അല്ലേ? സൈൻ π/2 എന്ന് കിട്ടും. സൈൻ π/2 എന്ന് പറഞ്ഞാൽ എത്രയാ? സൈൻ 91. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം അല്ലേ? സോ ആൻസർ എത്ര ആയിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, 1. ഇനി ഇതാ നോക്കിയേ, ഇതിന്റെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. സൈൻ ഇൻവേഴ്സ് ഓഫ്, ഇതിന്റെ കൂടെ പഠിക്കാൻ പോകുന്ന കാര്യം നോക്കിയേ. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ആയിരുന്നെങ്കിലോ? സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 ആയിരുന്നെങ്കിൽ, അതാണ് ഇത്രയേ ഉള്ളൂ മക്കളെ. സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് ഒരു സാധനം വരുന്നെങ്കിൽ ആ മൈനസ് എനിക്ക് എന്ത് ചെയ്യാമെങ്കിൽ പുറത്തെടുക്കാം. നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 എന്ന് എഴുതാം. സോ ആൻസർ എന്ത് കിട്ടും? മൈനസ് സൈൻ ഇൻവേഴ്സ്, സൈനിന്റെ ഏത് വാല്യൂനാണ് 1/2 കിട്ടുന്നത്? π/6. സോ മൈനസ് π/6 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇതാണ്ട് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചോ. ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം കൂടെ ഇതിന്റെ കൂടെ നമ്മൾ പഠിക്കാനുള്ളതാണ് കേട്ടോ. പഠിച്ചു വെച്ചോ. നോക്കിയേ, സൈൻ ഇൻവേഴ്സ് ഓഫ് -x ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? മൈനസ് സൈൻ ഇൻവേഴ്സ് x എന്ന് എഴുതാം. ഇതേ റൂൾ ഫോളോ ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട്. സൈൻ ഇൻവേഴ്സിന്റെ ഏറ്റവും അടുത്തൊരു ബന്ധു ആരാ? കൊസീക്ക്. 1/sin ആണെന്ന് തോന്നുന്നു കൊസീക്ക് എന്ന് പറയുന്നത്. സോ കൊസീക്ക് സൈൻ ഇൻവേഴ്സ് ഫോളോ ചെയ്യുന്ന അതേ റൂൾ ആരും ഫോളോ ചെയ്യുന്നേരം കൊസീക്കും ഫോളോ ചെയ്യും. സോ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് നീ പുറത്ത് എഴുതാം, മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് x എന്ന് എഴുതാം. ഇനി അതുപോലെ ഇത് ഫോളോ ചെയ്യുന്ന വേറൊരാളാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് -x നെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് നീ വെളിയിൽ എഴുതാം, മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് x എന്ന് എഴുതാം. ഓക്കെ, ഇവന്മാര് 3 പേരും ഈ റൂൾ ഫോളോ ചെയ്യും. ഫോർ എക്സാമ്പിൾ സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2 നമ്മൾ എന്ത് ചെയ്യുക? ആ മൈനസ് നീങ്ങി പുറത്തെടുക്കാം, എന്നിട്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ആണോ? ഓക്കെ, നമ്മൾ തൊട്ട് മുന്നേ കണ്ട എക്സാമ്പിൾ പോലെ അത് ഫോളോ ചെയ്യുന്ന ആ റൂള് നമുക്ക് ഇതേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേറെ ആൾക്കാരായിരിക്കുക? സൈനിന്റെ ക്ലോസ് റിലേറ്റീവ് ആര്? കൊസീക്ക്. 1/sin ആണല്ലോ കൊസീക്ക്. സോ കൊസീക്ക് ഇത് ഫോളോ ചെയ്യും, ടാനും എന്ത് ചെയ്യും? ഇത് ഫോളോ ചെയ്യും. അപ്പൊ ഇതുപോലെ ആരുണ്ട്? സൈൻ ഇൻവേഴ്സ്, കൊസീക്ക്, ടാൻ. ഇതുപോലെ ഇനി ആൾക്കാർ വേറെ ആരൊക്കെ ഉണ്ട്? കോസിന്റെ റിലേറ്റീവ് സീക്ക്, അതേപോലെ കോട്ട്. ഓക്കെ, സോ കോസ് ഇൻവേഴ്സ് ഓഫ് -x വരുമോ? നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് -x ആണെങ്കിൽ മൈനസിനെ വെറുതെ പുറത്തെടുക്കായിരുന്നല്ലോ. സൈൻ ഇൻവേഴ്സും കൊസീക്ക് ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും ആണെങ്കിൽ മൈനസിനെ എന്ത് ചെയ്യുക? പുറത്തോട്ട് എടുക്കുക. പക്ഷെ ഇവിടെ പുറത്തോട്ട് മൈനസിനെ വെറുതെ എടുക്കാൻ പറ്റത്തില്ല. കോസ് ഇൻവേഴ്സ് ഓഫ് -x വന്നാൽ നമ്മൾ ദാണ്ടെ പൈ മൈനസ് എഴുതണം. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് x എന്ന് എഴുതണം. ഓക്കെ ആണോ? ഓക്കെ, അതുപോലെ കോസ് ഇൻവേഴ്സ്, അതേപോലെ കോസിന്റെ റിലേറ്റീവ് ആരാ? 1/cos എന്ന് പറയുന്ന ആരാ? സീക്ക അല്ലയോ? അപ്പൊ കോസ് അനുസരിച്ചാൽ സീക്കും അനുസരിക്കും. സോ സീക്ക് ഇൻവേഴ്സ് ഓഫ് -x എങ്ങനെ തന്നെയാ? പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് x. അതുപോലെ ഇനി ആരുണ്ട്? ഇവിടെ ടാൻ ആയിരുന്നു, അപ്പൊ ഇവിടെ ആരുണ്ട്? ഇനി കോട്ട്. സോ കോട്ട് ഇൻവേഴ്സ് ഓഫ് -x വന്നാൽ എന്ത് പറയും? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് x എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നോക്കിയോ. നോക്കിയോ ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് -√3/2 വരും. ഓക്കെ, അപ്പൊ നെഗറ്റീവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? പൈ മൈനസ് എന്ന് എഴുതണം.
സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ അങ്ങനെ എഴുതണ്ട, കോസ് ഇൻവേഴ്സ് ആകുമ്പോൾ എന്താണ് പൈ മൈനസ് എന്ന് എഴുതണം. സോ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 എഴുതണം, വിച്ച് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോസിന്റെ ഏത് വാല്യൂനാണ് √3/2 ഇട്ടത്? നമുക്കറിയാം കോസിന്റെ ഏത് വാല്യൂനാണ് √3/2 കോസ് 30. കോസ് 30 ആണെന്ന് തോന്നുന്നു √3/2 എന്ന് പറയുന്നത് അല്ലേ. സോ 30 എന്ന് പറഞ്ഞാൽ എത്ര? 5/6. ആൻസർ എന്ത് കിട്ടും? 5/6. ഇനി നേരെ മറിച്ച് ഇവിടെ താണ്ടെ ടാൻ ഇൻവേഴ്സ് ഓഫ് -1 ആയിരുന്നു വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് മൈനസ്, ടാനൊക്കെ ആണെങ്കിൽ മൈനസിന് വെറുതെ ഇങ്ങനെ പുറത്തെടുത്താൽ മതി. സോ മൈനസിന് വെറുതെ ഇങ്ങനെ പുറത്തെടുത്തു, മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1. സോ മൈനസ് ടാന്റെ ഏത് വാല്യൂനാണ് 1 കിട്ടുന്നത്? 5/4. സോ -5/4. ആൻസർ ഈസി ആയിട്ട്. ഓക്കെ ആണോ? ഇവിടെ കോട്ടിന്റെ കാര്യം പറയുകയാണെങ്കിലോ ഓക്കെ, കോട്ട് ഇൻവേഴ്സ് ഓഫ് -1 ആണെങ്കിലോ നമുക്കറിയാം മൈനസിനെ വെറുതെ എഴുതാൻ പറ്റത്തില്ല, നമ്മൾ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 1 എന്ന് എഴുതണം അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോട്ടിന്റെ ഏത് വാല്യൂനാണ് 1 കിട്ടുന്നത്? 5/4. സോ 4π മൈനസ് പൈ 3π/4 എന്ന ആൻസർ. ഓക്കെ ആണോ? ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഓഫ് -680 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഇതാണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം അറിയാം. ഫസ്റ്റ് നമുക്കറിയാവുന്നത് അതാണ്. നോക്കിയേ, കോസ് ഓഫ് -θ എന്ത് തന്നെയാണ്? അത് കോസ് തീറ്റ. കോസ് ഓഫ് -θ എന്ത് തന്നെയാ? കോസ് തീറ്റ തന്നെ. കോസ് അതനുസരിച്ചാൽ കോസിന്റെ റിലേറ്റീവ് ആരാ? സീക്കല്ലയോ. സോ സീക്കും ഇതനുസരിക്കും. സീക്ക് ഓഫ് -θയും എന്ത് തന്നെയാ? അതും സീക്ക് തീറ്റ തന്നെ. ഓക്കെ ആണോ? ഓക്കെ, പക്ഷെ ബാക്കിയുള്ള ആൾക്കാരാരാ? സൈൻ ഓഫ് -θ. ഇൻവേഴ്സ് അല്ലേ, ശ്രദ്ധിച്ചോണം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ എന്തോ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ്, കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ്. ഇത് ഇൻവേഴ്സിന്റെ കാര്യമല്ല പറയുന്നത്, സിംപ്ലി കോസിന്റെയും സൈന്റെയും ഒക്കെ കാര്യം പറയുന്നത്. ഓക്കെ, സൈൻ ഓഫ് -θ എന്തുവാ? മൈനസ് സൈൻ തീറ്റ. അതുപോലെ ടാൻ ഓഫ് -θ എന്താ? മൈനസ് ടാൻ തീറ്റ. സൈൻ ആണെങ്കിൽ കൊസീക്ക് ഓഫ് -θ എന്ത് തന്നെയാ? മൈനസ് കൊസീക് തീറ്റ. അതേപോലെ കോട്ട് ഓഫ് -θ എന്ത് തന്നെയാ? മൈനസ് കോട്ട് തീറ്റ. ഓക്കെ, അപ്പം അകത്ത് മൈനസ് വന്നാൽ അതുപോലെ ആ മൈനസിനെ കളഞ്ഞ് എഴുതാൻ പറ്റുന്ന ആകെ രണ്ടുപേരെയുള്ള ആരാ? കോസും സീക്ക്. ഓക്കെ, ശ്രദ്ധിച്ചോണം. ഇൻവേഴ്സിന്റെ കാര്യം അല്ല പറയുന്നത്, ഇൻവേഴ്സിന്റെ കാര്യം തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞതാ. ഇവിടെ ആരുടെ കാര്യം പറയുന്നത്? സൈന്റെയും കോസിന്റെ ഒക്കെ, നമ്മുടെ പഴയ ആ സൈന്റെയും കോസിന്റെ കാര്യം നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, സോ കോസ് ഓഫ് -θ എങ്ങനെ എഴുതാം? കോസ് തീറ്റ എന്ന് എഴുതാം. ബാക്കിയുള്ളവന്മാരെല്ലാം എന്ത് ചെയ്യണം? മൈനസ് പുറത്തെടുത്തേ എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ കോസ് ഓഫ് -θ എന്താ? കോസ് തീറ്റ. സോ ഫസ്റ്റ് നമുക്ക് ഈ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഓഫ് -θ എന്ന് പറഞ്ഞ് കിടക്കുന്ന സാധനത്തെ ആ മൈനസ് കളഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? സിംപ്ലി 680 എന്ന് എഴുതാം. എന്താ എഴുതാം? 680 എന്ന് എഴുതാം. ഓക്കെ ആണോ? അത് ഓക്കെ. ഇനി 680 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടെ വരും? 680 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എവിടെ വരും? കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 680 ഡിഗ്രി. നമുക്ക് അതിനെ എന്താക്കാം? നമുക്കതിനെ കൺവേർട്ട് ചെയ്യാം, റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് അറിയാൻ എളുപ്പത്തിന് 680 ഡിഗ്രിയെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? π/180 ചെയ്താൽ മതി. സോ 0 കട്ടാവും. 200 ഡിവൈഡ് ഇതെന്ത് കിട്ടും? 9 കിട്ടും. ഇതെന്ത് കിട്ടും? 68ന്റെ പകുതി എന്ന് പറയുമ്പോൾ 34 കിട്ടും. ഓക്കെ, 34 കിട്ടും. ഓക്കെ ആണേ? ഓക്കെ, സോ 34 π/9 കിട്ടും. എന്ത് കിട്ടും? ആൻസർ 34 π/9 കിട്ടും. സോ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഓഫ് 34 π/9. ഓക്കെ ആണോ? ഇനി 34 π/9 എന്ന് പറഞ്ഞാൽ എവിടെ? നമുക്ക് 34 π/9 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? എങ്ങനെ മാറ്റി എഴുതാം? നോക്കിയേ, 36 π/9 നിന്നും എത്ര കുറച്ചാൽ മതി? 2 π/9 കുറച്ചാൽ പോരെ? 36 π/9 നിന്നും 2 π/9 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 34 π/9 കിട്ടും. കിട്ടത്തില്ലേ? കിട്ടും. സോ 36 π/9 നിന്നും, അല്ലെ 36 ആപ്പിളിൽ നിന്നും 2 ആപ്പിൾ കുറച്ചാൽ നമുക്ക് എത്ര ആപ്പിൾ കിട്ടും? 34 ആപ്പിൾ കിട്ടും. ഇവിടെ ആപ്പിളിന് പകരം വന്നേക്ക് നേരാ π/9. ഓക്കെ, സോ 36 π/9 നിന്നും 2 π/9 കുറച്ചാൽ നമുക്ക് ആരെ കിട്ടും? 34 π/9 കിട്ടും. ഞാൻ എന്തിനാ ഇങ്ങനെ എഴുതിയത്? എനിക്കിത് കട്ട് ചെയ്യാൻ പറ്റും. സോ 9ഉം 36ഉം കൂടെ കട്ട് ചെയ്താൽ എത്ര കിട്ടും? 4π. സോ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 4π - 2π/9 എഴുതാം. എങ്ങനെ എഴുതാം? 4π - 2π/9 എഴുതാം. സോ ഇതെന്തായി? കോസ് ഇൻവേഴ്സ് ഓഫ് 4π - 2π/9 എഴുതാം. ഓക്കെ ആണോ?
ഓക്കെ. സോ ഇനി താണ്ട നോക്കിയേ, ഇനി നമ്മൾ പണ്ട് ട്രിഗണോമെട്രി പഠിച്ച കാര്യം ഇനി എഴുതാൻ പോകുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് ഇതാ നോക്കിയേ 4π മൈനസ് തീറ്റ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഓഫ് 4π മൈനസ് തീറ്റ. എന്തോ അത് കോസ് ഓഫ് 4π മൈനസ് തീറ്റ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതാ നോക്കി, ഇത്രയേ ഉള്ളൂ, സിമ്പിളാ. കോസിന്റെ പൈ മൈനസ് തീറ്റ അല്ലെങ്കിൽ പൈ പ്ലസ് തീറ്റ, 2π മൈനസ് തീറ്റ അല്ലെങ്കിൽ 2π പ്ലസ് തീറ്റ അല്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ എഴുതാം. നമുക്കറിയാം പൈ 2π 3π 4π 5π 6π പ്ലസ് തീറ്റ അല്ലെങ്കിൽ മൈനസ് തീറ്റ അങ്ങനെ വരുവാണെങ്കിൽ ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ എഴുതാം. ഈ കുഞ്ഞ് ആംഗിൾ വെച്ചിട്ട് ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ എഴുതാം. അതായത് എങ്ങനെ എഴുതാം? കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി നോക്കണം, 4π മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റില? 4π മൈനസ് തീറ്റ ഏത് ക്വാഡ്രന്റില? 4π എന്ന് പറഞ്ഞാൽ 2π എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ 2π. 4π എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ. അപ്പൊ 4π ഉണ്ടോ? ഇല്ല, ഒരു തീറ്റ കുറവാ. സോ 4π മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് വരും? 4π ഇല്ല, ഒരു തീറ്റ കുറവാ. സോ 4π മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് വരും? ഫോർത്ത് ക്വാഡ്രന്റ് വരും. ഫോർത്ത് ക്വാഡ്രന്റിൽ ഇവിടെ എല്ലാവരും പോസിറ്റീവ്, ഇവിടെ സൈൻ, ഇവിടെ ടാൻ, ഇവിടെ കോസ് പോസിറ്റീവ്. സോ ഈ പോയിന്റ് കോസ് എന്തായിരിക്കും? പോസിറ്റീവ് തന്നെ. സോ 4π മൈനസ് തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? പ്ലസ് കോസ് തീറ്റ എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? പ്ലസ് കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ. സോ ഈ കുഞ്ഞ് ആംഗിൾ മാത്രം വെച്ച് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? കോസ് ഓഫ് 2π/9 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? കോസ് 4π മൈനസ് തീറ്റ എങ്ങനെ എഴുതാം? ആ തീറ്റ മാത്രം വെച്ച് എഴുതാം, കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ കോസ് ഇൻവേഴ്സും കോസും എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ആൻസർ എന്ത് കിട്ടും? 2π/9 കിട്ടും. ഓക്കെ ആണോ? 2π/9 കിട്ടും. സോ ആൻസർ എന്തുവാ? ഓപ്ഷൻ എ ആയിരിക്കും എന്തോന്ന് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ. സോ ഈ ഇവിടെ പറഞ്ഞ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ മക്കളെ ഒരു പേടിയും വേണ്ട, സംശയം ചോദിച്ചോളുക, അത് പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആക്കി തരാം. ഓക്കെ ഓക്കെ. ഇതാ നോക്കിയാൽ ഞാൻ വേണമെങ്കിൽ അത് അടുത്തൊരു പേജിൽ ഞാൻ വേണമെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കി തരാം. ഞാനൊന്ന് ക്ലിയർ ആക്കി തരാം. ഓക്കെ. ഇതാ നോക്കിയേ, സൈൻ ഓഫ് പൈ പ്ലസ് തീറ്റ. ഓക്കെ. അപ്പൊ 180 പ്ലസ് തീറ്റ, പൈ പ്ലസ് 2π പ്ലസ് 3π പ്ലസ് അങ്ങനെയൊക്കെ വരുന്നെങ്കിൽ ഫംഗ്ഷൻ എന്ത് ചെയ്യേണ്ട? ചേഞ്ച് ചെയ്യേണ്ട, അതുപോലെ എഴുതാം. എങ്ങനെ എഴുതാം? സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി നോക്കുക, പൈ പ്ലസ് എവിടാ വരുന്നത്? പൈ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം 180. പൈ പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രന്റ് വരും? തേർഡ് ക്വാഡ്രന്റ് വരും. തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താ? നെഗറ്റീവ്. അവിടെ പോസിറ്റീവ് ആര് മാത്രമേ ഉള്ളൂ? ടാൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്കിയുള്ളവരെല്ലാം എന്താ? നെഗറ്റീവാ. സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? മൈനസ് സൈൻ തീറ്റ. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതാ നോക്കിയേ, കോസ് ഓഫ് പൈ മൈനസ് തീറ്റ. നമുക്കറിയാം പൈ മൈനസ് പ്ലസ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പൈ വേണ്ട, 5π ആയിക്കോട്ടെ. 5π ആയിക്കോട്ടെ. 5π എവിടെ വരും? പൈ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി കറങ്ങിയാൽ പൈ എന്ന് നമ്മൾ വിളിക്കും. സോ പൈ 2π 3π 4π 5π. കണ്ടോ? 5π ഇല്ല. 5π ഒരു തീറ്റ എന്താ? കുറവ്. സോ 5π വരെ എത്തിയില്ല. 5π തീറ്റ കുറവ്. അത് ഏത് ക്വാഡ്രന്റിൽ കിടക്കും? സെക്കൻഡ് ക്വാഡ്രന്റിൽ കിടക്കും. ഓക്കെ ആണോ? ഓക്കെ. സോ നമുക്ക് പൈ മൈനസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷനെ അതുപോലെ എഴുതാം, കോസ് തീറ്റ എന്ന് എഴുതാം. ഇനി അത് ഏത് ക്വാഡ്രന്റില? സെക്കൻഡ് ക്വാഡ്രന്റില. സെക്കൻഡ് ക്വാഡ്രന്റ് ആരേ ഉള്ളൂ? പോസിറ്റീവ്, സൈനേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം എന്താ? നെഗറ്റീവ്. സോ കോസ് എന്താ? നെഗറ്റീവ്. സോ നമുക്ക് മൈനസ് കോസ് തീറ്റ എന്ന ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് നോക്കിക്കോ, സൈൻ ഓഫ് 3π/2 പ്ലസ് തീറ്റ. 3π/2 പ്ലസ് തീറ്റ. നമുക്കറിയാം കണ്ടോ, ഇപ്പൊ പൈ അല്ല വന്നിരിക്കുന്നത്, പകരം എന്താ വന്നിരിക്കുന്നത്? π/2 ഒരു സാധനം വന്നിരിക്കുന്നത്. π/2 വന്നാൽ നമുക്കറിയാം ഫംഗ്ഷൻ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ഇവിടെ സൈൻ ആണെങ്കിൽ ആ സൈൻ എന്താക്കണം? കോസ് ആക്കണം. സോ എന്തായി? കോസ് തീറ്റ എന്നാവും. എന്താവും? കോസ് തീറ്റ എന്നാവും. ഇനി ഇതാ നോക്കിയേ, 3π/2 പ്ലസ് തീറ്റയിൽ വന്നിരിക്കുന്നത് അത് എവിടെ വരും? ഏത് ക്വാഡ്രന്റ് വരും? ഈ കിടക്കുന്ന ആംഗിൾ ഏത് ക്വാഡ്രന്റ് വരും? അതാ നോക്കിയേ, 3π/2. π/2 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി കറങ്ങിയാൽ നമ്മൾ എന്താ പറയും? π/2 എന്ന് പറയും. സോ ഇവിടെ എത്ര π/2 ഉണ്ട്? 3π/2 ഉണ്ട്. അതായത് π/2 2π/2 3π/2. 3π/2 ഇവിടെ എന്തുണ്ട്? ഒരു തീറ്റയും കൂടെ കൂടിയിട്ടുണ്ട്. സോ 3π/2 ഒരു തീറ്റയും കൂടെ കൂടിയാൽ ഏത് ക്വാഡ്രന്റ് വന്നു? ഫോർത്ത് ക്വാഡ്രന്റ്. ഏത് ക്വാഡ്രന്റ് വന്നു? ഫോർത്ത് ക്വാഡ്രന്റ് വന്നു. ഓക്കെ. സോ സൈൻ ഓഫ് 3π/2 പ്ലസ് തീറ്റ ഏത് കിടക്കുക? ഫോർത്ത് ക്വാഡ്രന്റിൽ കിടക്കുക. അപ്പൊ ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്കിയുള്ളവരെല്ലാം എന്താ? നെഗറ്റീവാ. ഇവനെ നോക്കണം, ഇവനെയാ നോക്കുന്നത്. ഇവിടെ ആരാ? ഈ സാധനം ആരാ? സൈൻ അല്ലേ. സോ സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? സൈൻ ഇവിടെ എന്താ? നെഗറ്റീവാ. സൈൻ അവിടെ എന്താ? നെഗറ്റീവാ, ഫോർത്ത് ക്വാഡ്രന്റ് അല്ലേ. സോ എന്തോ ആൻസർ? മൈനസ് കോസ് തീറ്റ. ഇവനെ മാത്രമേ നോക്കാവൂ, ഇവനെ നോക്കാവൂ കേട്ടോ. സൈൻ കൊടുക്കുമ്പോൾ ആരെ നോക്കണം? ഇവൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഓക്കെ ആണോ? ഓക്കെ. സോ അത്രയേ ഉള്ളൂ. ഇനി അതേപോലെ കോസ് ഓഫ് 3π/2
പ്ലസ് തീറ്റ. നമുക്കറിയാം കോസ് ആണെങ്കിൽ അതിനെ നേരെ എന്ത് ചെയ്യണം, സൈൻ ആക്കി മാറ്റിക്കണം. കോസ് ആണെങ്കിൽ 3π/2 അല്ലയോ, കണ്ടോ 3π/2, π/2 പ്ലസ് മൈനസ് എന്നുള്ള രീതി കിടക്കുക. അപ്പൊ ഫംഗ്ഷൻ എന്ത് ചെയ്യണം, കോ ഫംഗ്ഷൻ എടുക്കണം. കോസിന്റെ കോ ഫംഗ്ഷൻ ആരാ, സൈൻ തീറ്റ. ഓക്കെ ആണോ? ഇനി നോക്കണം, ഈ ആംഗിൾ എവിടെ വരും, 3π/2 പ്ലസ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എവിടെ വരും, അത് ഫോർത്ത് ക്വാഡ്രന്റ് വരും. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് ആരാ, കോസ് എന്താ, പോസിറ്റീവാ. സോ ഫോർത്ത് ക്വാഡ്രന്റ് കോസ് പോസിറ്റീവാ. സോ എന്ത് എഴുതാം, പ്ലസ് സൈൻ തീറ്റ. ഓക്കെ ആണോ? സോ ഈ കൺസെപ്റ്റ് ക്ലിയർ ആയി, നമ്മൾ +1 പഠിക്കുന്ന. ഞാൻ എന്നാലും ഒന്നുകൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ ടൈപ്പ് പ്രോബ്ലം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണമെങ്കിൽ ആ കോൺസെപ്റ്റും കൂടെ നമുക്ക് അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ ചോദിക്കുന്നത്, സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു എന്താ, π/2. അങ്ങനെയാണെങ്കിൽ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് വൈയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാ നോക്കിയേ, ഇവിടെ പഠിച്ചിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. സോ ആ ഇക്വേഷൻസ് എല്ലാം ഞാൻ പറയാം, ഇത് ഇമ്പോർട്ടന്റ് ഇക്വേഷൻസ് ആ. അതാ നോക്കിയേ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്താ, π/2. സൈനും കൊസൈനും കണ്ടോ, സൈൻ ഇൻവേഴ്സും കൊസൈൻ ഇൻവേഴ്സും കോ ഫംഗ്ഷനും. അങ്ങനെ ഒരു ഫംഗ്ഷൻ അതിന്റെ കോ ഫംഗ്ഷന്റെ ഇൻവേഴ്സും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, π/2 കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്തത് പറ, സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്കിന്റെ കോ ആരാ, കൊസീക്ക്. സോ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്തുവാ, π/2. അതുപോലെ പറ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാന്റെ കോ ആരാ, കോട്ടാൻ. സോ കോട്ട് ഇൻവേഴ്സ്, കോട്ടാനെ നമ്മൾ എന്താ വിളിക്കുന്നത്, ചുരുക്കി കോട്ടെന്ന് വിളിക്കുന്നത്. സോ കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്താ, π/2. സോ ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. നമുക്കറിയാം സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് വൈ എന്താണ് തന്നിട്ടുണ്ട്, π/2 തന്നിട്ടുണ്ട്. നമുക്ക് ചോദിച്ചേക്കുന്നത് എന്തുവാ, കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് വൈ എത്ര ആണെന്ന് എന്ത് ചെയ്തേക്കുന്നത്, ചോദിച്ചേക്കുന്നത്. നോക്കാം നമുക്ക്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്താണെന്ന് നമുക്കറിയാം, π/2 ആണെന്ന് അറിയാം. അത് എത്രയാണെന്ന് അറിയാം, π/2 ആണെന്ന് അറിയാം. അങ്ങനെ ആണെങ്കിൽ ഇതിൽ നമുക്ക് എഴുതാം, കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്താ, π/2 മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണെന്ന് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ. ഇതുപോലെ നമുക്ക് താണ്ടേ അടുത്ത ഇനി ആരുണ്ട്, കൊസീക്ക് ഇൻവേഴ്സ് വൈ ഉണ്ടല്ലോ. സോ ഇങ്ങനെ എഴുതിക്കൂടെ, കൊസീക്ക് ഇൻവേഴ്സ് വൈ പ്ലസ് സീക്ക് ഇൻവേഴ്സ് വൈ ഈക്വൽ ടു എന്താന്ന് എഴുതാം, π/2. ഓക്കെ, ഇവിടെ വരുന്ന അകത്ത് വരുന്ന എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് വരണം, അങ്ങനെയാണെങ്കിൽ π/2 എന്ന് എഴുതാം. ഇവിടെ വൈ വന്ന ഇവിടെയും വൈ വരണം, അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതാം, π/2 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ. സോ കൊസീക്ക് ഇൻവേഴ്സ് വൈ പ്ലസ് സീക്ക് ഇൻവേഴ്സ് വൈ എന്ത് തന്നെയാ, π/2 തന്നെയാ. ഇതിനകത്ത് വരുന്ന ആൾ തന്നെ ഇവിടെയും വരണമെന്നേ ഉള്ളൂ. കണ്ടോ, ഇവിടെ വരുന്ന ആൾ തന്നെ ഇവിടെയും വരണം, ഇവിടെ വരുന്ന ആൾ തന്നെ ഇവിടെയും വരണം. അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൊസീക്ക് ഇൻവേഴ്സ് വൈക്ക് വരെ എന്ത് എഴുതാം, കൊസീക്ക് ഇൻവേഴ്സ് വൈക്ക് വരെ എന്ത് എഴുതാം, π/2 മൈനസ് സീക്ക് ഇൻവേഴ്സ് വൈ എന്ന് എഴുതാം. എഴുതാമല്ലോ, എഴുതാം. നമ്മുടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്തുവാ, കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് വൈ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്, കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. കൊസീക്ക് ഇൻവേഴ്സ് എക്സിന് പകരം എനിക്ക് എങ്ങനെ എഴുതാടാ, π/2 മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതിക്കൂടെ, എഴുതാം. ഇനി അതേപോലെ കൊസീക്ക് ഇൻവേഴ്സ് വൈക്ക് പകരം എനിക്ക് എങ്ങനെ എഴുതാം, കൊസീക്ക് ഇൻവേഴ്സ് വൈക്ക് പകരം π/2 മൈനസ് സീക്ക് ഇൻവേഴ്സ് വൈ എന്ന് എഴുതാം. എഴുതാമോ? എഴുതാം. സോ π/2 കൂടെ എന്തോ ആവും, അരയും എത്ര, അരപ്പയും കൂടെ എത്ര ആവും, 1 പൈ ആവും. സോ π/2 കൂടെ എന്തോ പൈ ആവും. മൈനസ് സീക്ക് ഇൻവേഴ്സും മൈനസ് സീക്ക് ഇൻവേഴ്സ് വൈ ഉണ്ട്, മൈനസ് കോമൺ എടുത്ത് എന്തോ ഇത് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് വൈ എന്നാവും. ഓക്കെ ആണോ? സോ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് വൈ എന്താ, നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് വൈ എന്തുവാ, π/2. സോ പൈ മൈനസ് π/2, ഒന്നിൽ നിന്നും പകുതി പോയി, അപ്പൊ എത്ര? ഓക്കെ, സോ ആൻസർ എന്ത് കിട്ടും, π/2 കിട്ടും. സിമ്പിൾ അല്ലേ ചെയ്യാൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനാ, ഓർത്ത് വെച്ചു. സോ ആൻസർ എത്ര, π/2. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിംപ്ലിഫൈ tan inverse of root of 1 plus x square minus 1 divided by x. Okay, tan inverse of root of 1 plus x square minus 1 divided by x. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് നമുക്കറിയാം. ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലയോ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. റൂട്ട് ഓഫ്
ഇത് നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തിട്ടുള്ള റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്തുവാ എച്ച് ഈസ് ഈക്വൽ ടു എ എന്താ സീക് തീറ്റ അല്ലെങ്കിൽ എ ടാൻ തീറ്റ. ഇത് രണ്ടുമാണ് നമ്മുടെ എന്തെന്ന് വരുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. സോ എച്ച് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ എക്ക് പകരം വന്നിരിക്കുന്നത് എ സ്ക്വയറിന് പകരം എന്ന് വന്നിരിക്കുന്നത് 1 തന്നെയാണ്. സോ ഞാൻ ഇവിടെ എച്ച് ഈക്വൽ ടു എന്ത് കൊടുക്കാൻ പോകും? എച്ച് ഈക്വൽ ടു ടാൻ തീറ്റ എടുക്കാൻ പോകും. എച്ച് ഈക്വൽ ടു എന്ത് എടുക്കാൻ പോവാ? ടാൻ തീറ്റ എടുക്കാൻ പോകും. സോ ഇതെന്താവും? ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ. ഓക്കെ. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്തുവാ? നമുക്കറിയാം 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുവാ? സീക് സ്ക്വയർ തീറ്റ. സോ റൂട്ട് സീക് സ്ക്വയർ തീറ്റ എന്താവും? സീക് തീറ്റ. സോ സീക് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ എന്താവും? ടാൻ തീറ്റ, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് സീക് തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ബൈ കോസ് തീറ്റ മൈനസ് 1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റയ്ക്ക് പകരം എന്തോ എഴുതാം? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ. സോ ഇങ്ങനെ എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്തായിട്ട് മാറും? ടാൻ ഇൻവേഴ്സ് ഓഫ് ഇതാ നോക്കിയേ, ക്രോസ് മൾട്ടിപ്ലൈ 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഉണ്ട്, ദ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സോ ഈ കോസ് തീറ്റ ഡിനോമിനേറ്റർ കിടക്കുന്ന മുകളിലും താഴെയും ഡിനോമിനേറ്ററുകളിൽ കിടക്കുന്ന കോസ് തീറ്റ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും, വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. ഓക്കെ ആണോ? ഓക്കെ. സോ 1 മൈനസ് കോസ് തീറ്റ ഉണ്ടാ നമ്മൾക്ക് അറിയാം. എന്തോ എഴുതണം? ഇതാ നോക്കിയേ, ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് കോസ് തീറ്റ കണ്ടാൽ നമ്മൾ എഴുതും 2 പറ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. ഹാഫ് ആംഗിൾ ഫോർമുലയൊക്കെ ഒത്തിരി തവണ നമ്മൾ പഠിച്ചില്ലയോ? സോ ഫോർമുലാസ് ഒക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യും? മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് ഈ ഷോർട്ട് കട്ട്സും ഈ ഫോർമുലാസും എല്ലാം എന്തുണ്ട്? കംപ്ലീറ്റ് ഉണ്ട്. ഓക്കെ. സോ ആ കംപ്ലീറ്റ് ഫോർമുലാസും ബാക്കി കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം? പഠിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. സോ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. സൈൻ തീറ്റ എങ്ങനെ എഴുതാം? സൈൻ തീറ്റ 2 സൈൻ തീറ്റ ബൈ 2 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടല്ലോ, 1 മൈനസ് കോസ് തീറ്റ കണ്ടു കഴിഞ്ഞാൽ 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2 ആക്കണം. 1 പ്ലസ് കോസ് തീറ്റ കണ്ടു കഴിഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആക്കണം. അതേപോലെ സൈൻ തീറ്റയെ വെറുതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതണം? 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. ഇങ്ങനെയൊക്കെ എഴുതണമെന്ന് എത്ര ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുള്ളതാ അല്ലേ? ആണ്. സോ 2 ഇൻറ്റു എന്ത് ചെയ്യും? കട്ട് ചെയ്തു പോകും. ഒരു സൈൻ തീറ്റ ബൈ 2 എന്ത് ചെയ്യും? കട്ട് ചെയ്തു പോകും. ആൻസർ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ബൈ 2, അതായത് ടാൻ തീറ്റ ബൈ 2. ഓക്കെ ആണോ? ഓക്കെ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സും ടാനും കൂടെ ക്യാൻസൽ ആയി പോയിട്ട് ആൻസർ എന്ത് കിട്ടും? തീറ്റ ബൈ 2 എന്ന് ആൻസർ കിട്ടും. എന്ത് കിട്ടും? ആൻസർ തീറ്റ ബൈ 2 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ. സോ ആൻസർ എന്ത് കിട്ടി? തീറ്റ ബൈ 2 എന്ന് കിട്ടി. ഇനി ഇതാ നോക്കിയേ, ആൻസർ എന്ത് കിട്ടി? തീറ്റ ബൈ 2 എന്ന് കിട്ടി. ഇനി ഇതാ നോക്കിയേ, എക്സിനാണ് ഞാൻ എന്ത് കൊടുത്തത്? ഇവിടെ കൊണ്ട് ആൻസർ നിർത്തരുത് കേട്ടോ. എക്സിനാണ് ഞാൻ എന്ത് കൊടുത്തത്? ടാൻ തീറ്റ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ തീറ്റ ഇട്ടിട്ട് ടാൻ ഇപ്പുറത്തോട്ടുണ്ടാ. തീറ്റ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. കേട്ടതില്ലയോ? സോ ഇവിടെ ആൻസർ കിട്ടിയ എന്തുവാ? തീറ്റ ബൈ 2, അതായത് 1/2 ഇൻറ്റു തീറ്റയ്ക്ക് വരെ എന്ത് കൊടുക്കാം? ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ ആണോ? ഓക്കെ. സോ ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. ഓക്കെ, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2. നമുക്കറിയാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. സോ രണ്ട് ക്വസ്റ്റ്യനും ചെയ്യാൻ സിമ്പിളാണ്. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 നമുക്കറിയാം. സൈൻ്റെ ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നത് നോക്കിയാൽ. സൈൻ്റെ ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നത്? സൈൻ എത്ര 1/2 എന്ന് പറയുന്നത്? സൈൻ 30 ആണ് എന്തോന്ന് 1/2 എന്ന് പറയുന്നത്. അതായത് ആൻസർ എത്ര? 5/6. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു ചോദ്യം ചോദിക്കുക. സൈൻ ഇൻവേഴ്സ് ഓഫ് -1/2. ആൻസർ എന്തുവാ? മൈനസിനെ അതേപോലെ എഴുതാം. ഓക്കെ, -5/6. വേറൊന്നും ചോദിക്കുക. കോസ് ഇൻവേഴ്സ് ഓഫ് -1/2. ആൻസർ എന്തുവാ? നമുക്കറിയാം മൈനസ് ഉണ്ടെങ്കിൽ കോസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? പൈ മൈനസ് എഴുതാം അല്ലയോ? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ്
1/2 എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോസിന്റെ ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നത്? കോസിന്റെ. ഓക്കെ, സോ ആൻസർ എന്ത് കിട്ടി? 3π മൈനസ് പൈ 2π/3 എന്ന് ആൻസർ കിട്ടും അല്ലേ? നമ്മൾ നേരത്തെ ഇത് ചെയ്തെന്ന് തോന്നുന്നു, നേരത്തെ നമ്മളിത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കോസ് ഇൻവേഴ്സിന്റെ അല്ലേ? സോ ഇവിടെ നമുക്ക് എന്താ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് ഓഫ് 2 നോക്കിയേ, സൈൻ ഇൻവേഴ്സ് 1/2 വരെ നമുക്ക് എന്ത് എഴുതാം? നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് 1/2, സൈൻ്റെ ഏത് വാല്യൂവിനാണ് 1/2 കിട്ടുന്നത്? സൈൻ 30ക്കാണ് എന്ത് കിട്ടുന്നത്? 1/2 കിട്ടുന്നത്. സോ ആൻസർ എന്തായിരിക്കും? സൈൻ 30 അല്ലെങ്കിൽ π/6 ആയിരിക്കും. 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2 വരെ നമുക്ക് എന്ത് എഴുതാം? π/6 എന്ന് എഴുതാം. ഓക്കെ ആണോ? സോ ഇത് രണ്ടും കട്ടാവും, π/3 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയായി? ടാൻ ഇൻവേഴ്സ് ഓഫ് 2 കോസ് π/3 എന്തായി? 2 കോസ് π/3 ആയി. അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് 2 ഇൻറ്റു കോസ് π/3 എത്ര? കോസ് π/3 അതായത് കോസ് 60 എത്ര? 1/2 ആ നമുക്കറിയാം. സോ 2ഉം 2ഉം ക്യാൻസൽ ആയി, നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് കിട്ടി. ടാനിന്റെ ഏത് വാല്യൂവിനാണ് നമുക്ക് 1 കിട്ടുന്നത്? ടാൻ്റെ ഏത് വാല്യൂവിനാണ് 1 കിട്ടുന്നത്? 45 ഡിഗ്രി അല്ലേ? അല്ലെങ്കിൽ ടാൻ π/4 1 കിട്ടുന്നത്. സോ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എത്ര? π/4 ആണ്. സോ ആൻസർ എന്ത് കിട്ടും? π/4 എന്ന ആൻസർ കിട്ടും. ഓക്കെ, സോ സിമ്പിൾ അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ ആണേ? ഓക്കെ, സോ നമ്മൾ ഇൻവേഴ്സ് പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ പഠിച്ചല്ലേ? പ്രിൻസിപ്പൽ വാല്യൂ വന്നു കഴിഞ്ഞാൽ അകത്ത് നെഗറ്റീവ് വന്നു കഴിഞ്ഞാലുള്ള പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള സാധനങ്ങൾ പഠിച്ചു. പോസിറ്റീവ് വാല്യൂ വന്നാലും പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം. ഇനി പ്രിൻസിപ്പൽ വാല്യൂ എന്താണ്ട് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും, കുറെ ഫംഗ്ഷൻസ് ഇങ്ങനെ അകത്തകത്തെന്ന് ചോദിക്കും. ഈസി അല്ലേ? നമുക്ക് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ ഈസിയാണ്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതുപോലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, ലാസ്റ്റ് നമുക്ക് ഒരു സാധനം കൂടെ പഠിക്കാനുണ്ട്. നമ്മൾ അതുകൂടെ പഠിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. നമ്മൾ അതുകൂടെ പഠിക്കും. നോക്കാം, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം. സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റേഞ്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. എന്തുവാ? -π/2 മുതൽ +π/2. അതായത് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ സൈൻ ഇൻവേഴ്സ് 1/2, സൈൻ ഇൻവേഴ്സ് അകത്ത് എന്തോ ആയിക്കോട്ടെ, എനിവേ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ അത് ഏതിനകത്ത് വയ്ക്കണം? -π/2നും +π/2നും ഇടയിലുള്ള ആംഗിൾ ആയിരിക്കണം. അതാണ് ഇതിനിടയ്ക്ക് കിടക്കുന്ന ആംഗിൾ ആയിരിക്കണം. -π/2 ഇങ്ങോട്ട് അളന്നാൽ -π/2, ഇങ്ങോട്ട് അളന്നാൽ +π/2. സോ ഇതിനിടയ്ക്കുള്ള ആംഗിൾ ആയിരിക്കണം നമുക്ക് എന്ത് കിട്ടേണ്ടത്? ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. ഇനി അതുപോലെ കോസ് ഇൻവേഴ്സ് ആണെങ്കിലോ, കോസ് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സിന്റെ പറയുമ്പോൾ നമുക്ക് സൈൻ ഇൻവേഴ്സിന്റെ കൂടെ പറയാൻ പറ്റുന്ന ആൾക്കാരെയും കൂടെ പറയാം. സൈൻ്റെ റെസിപ്രോക്കൽ ആരാ? കൊസീക്ക് അല്ലേ? സോ കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ കണ്ടുപിടിക്കുമ്പോൾ -π/2 മുതൽ +π/2 വരെയാണ് ആര് കാണാൻ പാടില്ല? 0 കാണാൻ പാടില്ല. ഓക്കെ ആണോ? ഓക്കെ, അതുപോലെ സൈൻ കൊസീക്ക് പിന്നെ ആരെയായിരുന്നു നമ്മൾ ഇവന്റെ കൂടെ പറഞ്ഞത്? ടാൻ ഇൻവേഴ്സ് എക്സ്. അത് -π/2 മുതൽ +π/2 വരെയാണ്, പക്ഷെ എന്തൊരു ബ്രാക്കറ്റ്? ഓപ്പൺ ബ്രാക്കറ്റ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്ത ആൾക്കാരാരാ? കോസ് ഇൻവേഴ്സ്. സോ കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് ഞാൻ പറയാൻ പോവാ 0 മുതൽ π വരെ. 0 മുതൽ π വരെ. ഇനി കോസിന്റെ കൂട്ടുകാരനാരാ? സീക്ക്. സോ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെത് 0 മുതൽ π വരെയാണ്, പക്ഷെ ഒരാളില്ല. ആരാണെന്ന് അറിയാമോ? π/2 ഇല്ല. ആരില്ല? π/2 ഇല്ല. ഇവിടെ 0 ഇല്ല, ഇവിടെ ആരില്ല? π/2 ഇല്ല. അടുത്ത ആരാ? കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ആവുമ്പോൾ 0 മുതൽ π വരെയാണ്, പക്ഷെ എന്തൊരു ബ്രാക്കറ്റ്? ഓപ്പൺ ബ്രാക്കറ്റ്. ഓക്കെ ആണോ? സോ ഈ റേഞ്ചുകൾ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ്. ഇനി താഴെ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. കോസ് ഇൻവേഴ്സ് ഓഫ് 4π/3. 4π/3 നമ്മുടെ ഫസ്റ്റ് ഇൻഡ്യൂഷൻ എന്തോ? നമ്മൾ ഫസ്റ്റ് എന്തോ ചെയ്യാൻ നോക്കും? കോസ് ഇൻവേഴ്സും കോസും കൂടെ കട്ട് ചെയ്തിട്ട് ആൻസർ എന്ത് എഴുതാൻ നോക്കും? 4π/3 എന്ന് എഴുതാൻ നോക്കും, ഇല്ലയോ? കോസ് ഇൻവേഴ്സും കോസും കൂടെ കട്ട് ചെയ്ത് ആൻസർ എന്ത് എഴുതാൻ നോക്കും? 4π/3 എന്ന് എഴുതാൻ നോക്കും. പക്ഷെ ഇതെന്താണ്? തെറ്റാണ്. കാരണം എന്താ തെറ്റാവുന്നത്? നമുക്കറിയാം കോസ് ഇൻവേഴ്സിന്റെ റേഞ്ച്, അതായത് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുന്ന സാധനം, കണ്ടുപിടിക്കുന്ന വാല്യൂ ഏതിനും ഇടയിലാവണം? 0ക്കും π-ക്കും ഇടയിലായിരിക്കണം വാല്യൂ. 0 ആകാം, π ആകാം. ഓക്കെ ആണോ? ഇതാണ് നമ്മുടെ കണ്ടീഷൻ. പക്ഷെ 4π/3 എന്ന് പറയുന്ന ആംഗിൾ എവിടെ വരും? അത് കണ്ടുപിടിക്കാൻ എളുപ്പം. π/3 എന്ന് പറഞ്ഞാൽ എത്ര? π/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. π/3 എത്ര? π/3 എന്ന് പറഞ്ഞാൽ 60. π/3 എത്ര? 60 അല്ലേ? സോ 4π/3 എന്ന് പറഞ്ഞാൽ എത്ര?
4 into 60 എത്ര വരും? 240 വരും. എത്ര വരും? 240. 240 എന്ന് പറഞ്ഞാൽ എത്ര? 180 കഴിഞ്ഞ് ഇങ്ങോട്ട് വരും അല്ലയോ? പക്ഷെ നമുക്കറിയാം നമുക്ക് ഇത് എവിടെ വരാവും? 0ക്കും പൈക്കും ഇടയിലെ വരാവും. ഇതാണ് ഇതിനകത്ത് നിൽക്കും. അപ്പൊ 4π/3 എന്ന് പറയുന്ന ആൻസർ എന്താ? തെറ്റാ. അപ്പൊ ഈ ആൻസർ തെറ്റായതുകൊണ്ട് നമ്മൾ ഇതാണ്ട് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കും. എന്താ നോക്കിയേ, ആ മാറ്റമാണ് ഇനി കാണാൻ പോകുന്നത്. കോസ് ഇൻവേഴ്സ് ഓഫ് 4π/3 എനിക്ക് എങ്ങനെ എഴുതാം? 3π/3യുടെ കൂടെ ഒരു π/3 കൂടെ എന്ത് ചെയ്തതാ? കൂടിയതല്ലയോ അല്ലയോ? 4π/3 എന്ന് പറഞ്ഞാൽ എത്ര? 3π/3യുടെ കൂടെ ഒരു π/3 കൂടെ കൂടിയാൽ മൊത്തം എത്ര π/3 കിട്ടും? 4π/3 കിട്ടും. സോ എനിക്ക് അങ്ങനെ എഴുതാം. അങ്ങനെ എഴുതുന്ന എന്തിനാ? ഈ 3 എനിക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. സോ കോസ് ഓഫ് എന്ത് എഴുതാം? π + π/3. കോസ് ഓഫ് എന്ത് എഴുതാം? π + π/3 എന്ന് എഴുതാം. ഓക്കെ ആണോ? ഓക്കെ. സോ കോസ് ഇൻവേഴ്സ് ഓഫ് 180 + θ. നമുക്കറിയാം π + θ, π - θ അങ്ങനെയൊക്കെ സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കുഞ്ഞാങ്കിൾ മാത്രം വെച്ച് എഴുതാം. എഴുതിക്കൂടെ? സോ ഇതിനെ എങ്ങനെ എഴുതാം? കോസ് π/3 എന്ന് എഴുതാം. ഇനി നോക്കണം ഇത് ഏത് ക്വാഡ്രന്റ് വരും? പ + π/3 എന്ന് പറയുന്ന ക്വാഡ്രന്റ് ഏതാ? π + π/3. പൈയുടെ കൂടെ ഒരു തീറ്റയും കൂടെ കൂടി ഏത് ക്വാഡ്രന്റാ? തേർഡ് ക്വാഡ്രന്റ്. ഇവിടെ പോസിറ്റീവ് ആയിട്ട് ടാൻ മാത്രമേ ഉള്ളൂ. സോ കോസ് എന്തായിരിക്കും? ഇവിടെ നെഗറ്റീവ് ആയിരിക്കും. സോ കോസ് ഓഫ് π + θ എന്ന് പറയുന്ന സാധനത്തെ എങ്ങനെ എഴുതാം? -cos θ എന്ന് എഴുതാം. ഓക്കെ ആണോ? π +, π - 2π + 3π + ഒക്കെ ആണെങ്കിൽ ആ ഫംഗ്ഷനെ ചേഞ്ച് ചെയ്യേണ്ട അതുപോലെ എഴുതാം. എന്നിട്ട് ആ കുഞ്ഞാങ്കിൾ എടുത്ത് എഴുതാം. ഇനി അത് ഏത് ക്വാഡ്രന്റ് വരുന്നു നോക്കണം. തേർഡ് ക്വാഡ്രന്റിൽ ടാൻ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്. സോ ഇവൻ എന്താ? നെഗറ്റീവാ. ഈ കോസ് എന്താ? നെഗറ്റീവ്. സോ മൈനസ്. ഓക്കെ ആണോ? ഓക്കെ ആണേ? ഓക്കെ. സോ ഇതിന്റെ ആൻസർ എന്താ? കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് കോസ് π/3 എത്ര? കോസ് π/3യുടെ വാല്യൂ നമുക്കറിയാം. കോസ് π/3 എന്ന് പറഞ്ഞാൽ എത്ര? കോസ് π/3 എന്ന് പറഞ്ഞാൽ 60. കോസ് 60 അല്ലേ? π/3 എന്ന് പറഞ്ഞാൽ 60. π/3 എന്ന് പറഞ്ഞാൽ എത്ര? 60. ഓക്കെ. സോ കോസ് 60യുടെ വാല്യൂ എത്ര? കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2. ഇനി നമുക്ക് ഈസിയാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് അകത്ത് വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? π - കോസ് ഇൻവേഴ്സ്. ഇതെല്ലാം നമ്മൾ പഠിച്ച കൺസെപ്റ്റ് അല്ലേ? അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. സോ π - കോസ് ഇൻവേഴ്സ് 1/2 എഴുതാം. കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? π - എന്ന് എഴുതാം. സോ π - കോസ് ഇൻവേഴ്സ് 1/2, അതായത് π - കോസിന്റെ ഏത് വാല്യൂനാ 1/2 കിട്ടുന്നത്? കോസ് 60 ആ 1/2 കിട്ടുന്നത് അല്ലേ? 60 എന്ന് പറഞ്ഞാൽ എത്ര? π/3. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. സോ ഇതെന്ത് കിട്ടും? 3π - π, അതായത് 2π/3. ആൻസർ എന്ത് കിട്ടും? 2π/3 കിട്ടും. π/3 എന്ന് പറഞ്ഞാൽ എത്ര ആംഗിള്? π/3 എന്ന് പറഞ്ഞാൽ 60. 60 × 2 എത്ര? 120. 120 എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ ഏതിന്റെ ഇടയ്ക്ക് വരും? അല്ലേ? 180ക്ക് മുന്നേ വരും 120. സോ സെക്കൻഡ് ക്വാഡ്രന്റില 0ക്കും പൈക്കും ഇടയിലുള്ള ആംഗിൾ തന്നെ. ഓക്കെ ആണേ? സോ ഇനി നമുക്ക് ഇതിൽ അറിയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് ചെയ്യേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. √(a² + h² കണ്ടു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എന്താ? x = a tan θ. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇതായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ. ഇവിടെ എക്ക് പകരം 1 ആണെങ്കിൽ x = എന്ത് കൊടുത്താൽ മതി? tan θ കൊടുത്താൽ മതി. 1 + h² എന്ന് വരുവാണെങ്കിൽ എന്ത് കൊടുത്താൽ മതി? വെറുതെ tan θ എന്ന് കൊടുത്താൽ മതി. ഇനി അതുപോലെ √(a² - h² വരുമോ? അങ്ങനെയാണെങ്കിൽ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ x = a sin θ അല്ലെങ്കിൽ a cos θ. ഏത് കൊടുത്താൽ ആൻസർ കിട്ടുമെന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കുക. അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ a² - h² എന്ന് പറയുന്ന സാധനം എവിടെ കണ്ടാലും ഓർക്കുക, ഇതാണ് നമ്മുടെ എന്തോന്ന്? സബ്സ്റ്റിറ്റ്യൂഷൻ. a² + h² ആണെങ്കിൽ നോക്കുക, ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ ആണോ? ഓക്കെ. ഇനി ചിലപ്പോൾ ഇങ്ങനെ വരും, √(h² - a². സോ x = a sec θ. മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാ, x = a sec θ. cosec θയും നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പക്ഷേ മോസ്റ്റ് കോമൺ എല്ലാ ക്വസ്റ്റ്യനകത്ത് NCERT-യിലുള്ള ക്വസ്റ്റ്യനകത്തെല്ലാം നമ്മൾ ഏതായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുന്നത്? ചെയ്യുക. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ടാൻ ഇൻവേഴ്സ് ഓഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് x √(a² - h². ഇങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. ഇവിടെ √(a² - h² വന്നു. √(of) എന്തോ വന്ന്? a² - h² വന്നു. ഓക്കെ. ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് ax എന്നുള്ളത്. ഓക്കെ. ടാൻ ഇൻവേഴ്സ് ഓഫ് ax / √(a² - h² വന്നു. കണ്ടോ? √(a² - h² വന്നാൽ നമ്മൾ എന്ത് കൊടുക്കും? ഒന്നെങ്കിൽ സൈൻ കൊടുക്കും, അല്ലെങ്കിൽ എന്ത് കൊടുക്കും? കോസ് കൊടുക്കും. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അകത്തും ആര് വരണം? ടാൻ വന്നായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
ടാൻ ഇൻവേഴ്സും ടാനും കൂടെ എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് പോകും. അങ്ങനെ അകത്ത് ടാൻ വരണമെങ്കിൽ എക്സിന് എന്ത് കൊടുത്താൽ മതി, സൈൻ കൊടുത്താൽ മതി. അപ്പൊ സൈൻ ഡിവൈഡഡ് ബൈ താഴെ സാധനം വരുന്നില്ലേ. ഓക്കെ, സോ സൈൻ കൊടുത്താൽ മതി, എക്സിന് എന്ത് കൊടുത്താൽ മതി, സൈൻ കൊടുത്താൽ മതി. ഓക്കെ ആണോ? എക്സിന് എന്ത് കൊടുത്താൽ മതി, സൈൻ കൊടുത്താൽ മതി. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ഞാൻ ഇവിടെ എന്ത് കൊടുക്കാൻ പോവാ, എക്സ് ഈക്വൽ ടു, ഇവിടെ എ ഉണ്ട്, സോ എക്സ് ഈക്വൽ ടു എ എന്ത് കൊടുക്കാൻ പോവാ, സൈൻ തീറ്റ കൊടുക്കാൻ പോവാ. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം ഞാൻ എന്ത് കൊടുത്തു, എ സൈൻ തീറ്റ കൊടുത്തു, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സിന് പകരം എന്ത് കൊടുത്തു, എ സൈൻ. അപ്പൊ എക്സ് സ്ക്വയർ എന്താവും, എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. സോ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇതാ നോക്കിയേ, ഇവിടുന്ന് ഒരു എ സ്ക്വയർ കോമൺ എടുക്കും, റൂട്ടിന് വെളി എടുക്കും, ആ എയും താഴത്തെ എയും കൂടെ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് പോകും. സോ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ, ഇത് അകത്തെന്താവും, റൂട്ട് ഓഫ്, അകത്ത് കണ്ട് ഇതാ വരാൻ പോകുന്നത്, റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ വരും. എ സ്ക്വയർ ഞാൻ എന്ത് ചെയ്ത് കോമൺ എടുത്ത് റൂട്ടിന് വെളിയിലെടുത്ത്, അപ്പൊ എയും കട്ട് ചെയ്ത് പോയി. സോ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്തുവാണ്, റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, അത് കോസ് തീറ്റ. അതുപോലെ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്തുവാ, അത് സൈൻ തീറ്റ. അല്ലേ അല്ലേ, ഇത് എവിടുന്ന് വന്ന ഇക്വേഷൻ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, 1. അപ്പം കോസ് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ എന്ത് ചെയ്താൽ മതി, ഇപ്പുറം കൊണ്ടുവന്നാൽ മതി. ഓക്കെ ഓക്കെ, സോ എനിവേ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ, അത് കോസ് തീറ്റ. സോ കോസ് തീറ്റ which is equal to tan inverse of sin theta by cos theta എന്തുവാ, tan theta. So tan inverse of tan theta വരും, tan inverse ഉം tan കട്ട് ചെയ്ത് ആൻസർ എന്ത് കിട്ടും, തീറ്റ കിട്ടും. ഇനി നമുക്കറിയാം x is equal to എന്താ, a sin theta, അതായത് x by a is equal to എന്തുവാ, അത് sin theta. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. സോ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ, ആൻസർ സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. സോ ഇത്രയും സാധനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും എന്തായിട്ടുണ്ട്, കവർ ആയിട്ടുണ്ട്. ഓക്കെ, സോ ആ ഡെയിലി ടെസ്റ്റിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഞാൻ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസും ഈ സബ്സ്റ്റിറ്റ്യൂഷൻസും കൂടെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് ചെയ്യാം. മക്കളെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക, ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഡൗട്ട് ചോദിക്കണം, ഡൗട്ട് ചോദിച്ച് സംശയമുള്ളതെല്ലാം ക്ലിയർ ചെയ്തിട്ട് എന്ത് ചെയ്യാവും, മുന്നോട്ട് പോകാം. ഓക്കെ, സോ അടുത്ത ചാപ്റ്ററായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഹാപ്പി ലേണിംഗ്.